അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചന പുസ്തകം 63-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ വിശ്രമിക്കുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാകേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി എന്നുള്ളതാണ്. പ്രൈസ്. ഈ യെശയ്യാ പ്രവാചന പുസ്തകം 63-ാം അധ്യായം പറയുമ്പോൾ മശികയുടെ പ്രതികാര ദിവസം, അതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ യെശയ്യാവ് തന്റെ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുകയും ആ ജനത്തിന് വേണ്ടി ഇടിവിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവങ്ങൾ. അപ്പോൾ തന്നെ തന്റെ ജനത്തോട് കഷ്ടം അനുഭവിക്കുന്ന ഒരു ദൈവത്തെ പ്രവാചകൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും കൂടാ. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഈ വചനത്തിന്റെ ഉദ്ദേശം? ഇതിന്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം ബാബേലിലേക്ക് അടിമകളായി പോയപ്പോൾ വലിയൊരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ നേരിട്ടു. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസ്യത തന്നെ അവർക്ക് നഷ്ടമായി. ഹല്ലേലൂയ. ദൈവം അവരുമായി ഒരു ഉടമ്പടി ചെയ്തിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ദൈവം തങ്ങളെ മറന്നു കളഞ്ഞുവോ ഉപേക്ഷിച്ചു കളഞ്ഞുവോ എന്ന് അവർക്ക് സംശയമുണ്ടായി. ഹല്ലേലൂയ. അപ്പം ദൈവിക ഉടമ്പടി ലംഘിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വന്ന വലിയ പ്രതിസന്ധികളെ തരണം ചെയ്തപ്പോഴാണ് ദൈവം ഞങ്ങളെ മറന്നു കളഞ്ഞുവോ എന്നുള്ള ചിന്തകളൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ. ആകയാൽ ഈ അധ്യായത്തിൽ ദൈവം അവർക്ക് ചെയ്ത എല്ലാ നന്മകളെ കുറിച്ച് പ്രവാചകൻ അവരെ അനുസ്മരിപ്പിക്കുന്ന, ഓർപ്പിക്കുന്ന, മാത്രമല്ല അവരുടെ കഷ്ടതയിൽ ദൈവവും അവരോട് ചേർന്ന് കഷ്ടപ്പെടുന്നു. അപ്പൊ ദൈവം ചെയ്ത ഉടമ്പടികളുണ്ട്. ദൈവരെ മറന്നു കളഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ അനുഭവിക്കുന്ന സകല കഷ്ടതയോടും കൂടെ ചേർന്ന് നമ്മുടെ ദൈവവും കഷ്ടം അനുഭവിക്കുന്നത് പ്രവാചകൻ പറയുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്തോത്രം, കഴിഞ്ഞ കാലങ്ങളിൽ അവരോടുകൂടെ ഉണ്ടായിരുന്ന ദൈവം ഭാവിയിലും അവരോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. പ്രവാചകൻ അവർക്ക് ഉറപ്പ് നൽകുന്നു. തുടർന്ന് പ്രവാചകൻ വികാരോജ്വലനായി പ്രാർത്ഥിക്കുകയാണ്. നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് 64:2 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, കഷ്ടം സഹിക്കുന്ന, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടൊപ്പം കഷ്ടം സഹിക്കുന്ന ഒരു നല്ല ദൈവം. നമ്മുടെ പാപങ്ങൾ, അകൃത്യങ്ങൾ മുഖാന്തരം ഒരുപക്ഷെ ദൈവം നമ്മോട് ചെയ്ത ഉടമ്പടി നാം ലംഘിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളിൽ മാറിക്കളഞ്ഞോ, ദൈവം നമ്മൾ അകന്നു പോയോ എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ നമ്മുടെ മനസ്സും അതുപോലെ ആയേക്കാം. ഹല്ലേലൂയ. എന്നാൽ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് പാപം ചെയ്തതുകൊണ്ടും നിങ്ങൾ ഉടമ്പടി ലംഘിച്ചതുകൊണ്ടും നിങ്ങളെ ദൈവം മറന്നു കളയുന്നില്ല. നിങ്ങളോടുകൂടെ കഷ്ടം സഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നിങ്ങളുടെ ഏത് പ്രതിസന്ധികളിലും നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിലും ഹല്ലേലൂയ ഹല്ലേലൂയ ഭാവി ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കുമെന്ന്. ഇത് പകരം ഈ ദൈവത്തിനെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പിതാവായ ദൈവം നമുക്ക് സ്വസ്ഥത നൽകും. ബാബിലോണിൽ പ്രവാസത്തിനായിരുന്ന ജനത്തിന് സ്വസ്ഥത നൽകുവാൻ യഹോവയായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് സ്വസ്ഥത നൽകുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. അപ്പം പുത്രനായി ക്രിസ്തുവും നമുക്ക് സ്വസ്ഥത നൽകിയെന്ന് ഹല്ലേലൂയ മത്തായി സുവിശേഷം 11:28 നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 11:28 എന്താണ് വായിക്കുന്നത്? ഹല്ലേലൂയ. അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതെ, കഠിനമായ അധ്വാനവും ഭാരവും പ്രയാസവും ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടി നാം പലപ്പോഴും പാടുപെട്ട് ജീവിതം വളരെ മുമ്പോട്ട് തള്ളി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം നമ്മൾ അകന്നു പോയോ എന്ന് ചിന്തിക്കുന്ന വേളകളിൽ പ്രൈസ് ദി ലോർഡ്, നാം ദൈവത്തോടെടുത്ത ഉടമ്പടി ലംഘനം, ആ ഉടമ്പടി ലംഘിക്കുമ്പോഴും നമ്മുടെ ദൈവം നമ്മോടൊപ്പം കഷ്ടം സഹിക്കാൻ വേണ്ടി നമ്മുടെ കഷ്ടം സഹിച്ചോട് പറയുക, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അത് ദൈവം നമുക്ക് ആശ്വാസം തരുന്ന ദൈവമാണ്. ദൈവിക ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാനാത്ത അനുഭവമാണ്.
അത് തന്നെ പുറപ്പാട് പുസ്തകം നമ്മൾ 33:14 വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം നമുക്ക് സ്വസ്ഥത തരുന്നവനാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിനക്ക് സ്വസ്ഥത തരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് സ്വസ്ഥത നൽകുവാൻ ഇവിടുത്തെ മതങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ ഭൂമിയിലെ ഒരു സംഘടനകൾക്കോ രാഷ്ട്രീയക്കാർക്കോ ഇവിടുത്തെ ഒരു ഭരണ സംവിധാനങ്ങൾക്കോ കഴിയില്ല. നിന്റെ വീട്ടുകാർക്ക് പോലും നിനക്ക് സ്വസ്ഥത നൽകാൻ കഴിയത്തില്ല. നമുക്ക് സ്വസ്ഥത നൽകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കുറിച്ചുള്ള മുഴുവൻ ചിന്തകളും നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഭൂതകാലത്തെക്കുറിച്ച് നമുക്കറിയില്ല. ഈ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഉള്ളത് മാത്രമേ നമുക്കറിയുള്ളൂ. നാളത്തെക്കുറിച്ച് പോലും നമുക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നാം ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് ദൈവിക കൽപ്പനകളിൽ ദൈവിക ഉടമ്പടികളിൽ ലംഘിക്കാതെ, ഹല്ലേലൂയ, സാഹചര്യം പാപം ചെയ്ത് അടിമത്തത്തിലേക്ക് പോയത് നമ്മൾ ആ പാപത്തിന് അതിനെതിരേക്ക് കടന്നു പോകാതിരിക്കുവാൻ നമ്മൾ നമ്മുടെ ദൈവത്തോട് ചേർന്നിരിക്കണം. അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കഠിനാധ്വാനം ചെയ്തിട്ട്, ഹല്ലേലൂയ, നമ്മൾ അല്പസമയം വിശ്രമിക്കാറുണ്ട്. ഹല്ലേലൂയ. നമ്മൾ രാപകലില്ലാതെ ജോലി ചെയ്യുന്നു. നമ്മൾ കഠിനാധ്വാനം ചെയ്ത് ഒരു ആശ്വാസത്തിന് വേണ്ടി അല്പസമയം മാറിയിരിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥത കിട്ടുമ്പോൾ എത്ര സന്തോഷമാണ്, അല്ലേ? അതുപോലെ നമ്മുടെ കർത്താവ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും. ആരും ഒഴിവാക്കിയില്ല കർത്താവ്. എല്ലാവരും അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണ വ്യത്യാസമോ കറുപ്പെന്നോ വെളുപ്പെന്നോ ഒന്നുമില്ല, സൗന്ദര്യം നോട്ടം ഒന്നുമില്ല. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നമുക്ക് ഒരേ ഒരു കാര്യം ചിന്തിക്കാൻ കഴിയും. ഈ ഭൂമിയിലെ സകല ജാതികളും ദൈവത്തിന്റെ മക്കളാണ്. സകല മനുഷ്യൻ ദൈവത്തിന്റെ മക്കളാണ്. അല്ലേലേ? എല്ലാവരും ദൈവം ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കും, ആശ്വാസം തരാൻ ആഗ്രഹിക്കും. പക്ഷെ നിങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിക്കാൻ വരാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ കടന്നു പോകുന്നത്. മിസ്രൈമി ഇരുമ്പൊലിയിൽ കിടന്ന് ഇസ്രായേൽ ഭാരപ്പെട്ടതുപോലെ നിങ്ങൾ കഠിനമായ നുകം ഇന്നും ചുമക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? പല യജമാനന്മാരുടെ കൈക്കീഴിൽ നിങ്ങൾ അടിമകളെ പോലെ പണിയെടുക്കുകയല്ലേ? രാപകലില്ലാതെ നീ പണിയെടുത്തിട്ട് നിന്റെ പണി നിനക്ക് ഇഷ്ടമില്ല, നിന്റെ യജമാനും ഇഷ്ടമില്ല. കാരണം നിനക്കും തൃപ്തിയില്ല, യജമാനും ഇഷ്ടമില്ല. കാരണം നിന്നെ അങ്ങോട്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുക. എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ടൗണിൽ ഇങ്ങനെ പോയപ്പോൾ ഞാൻ ഒരു കച്ചവടം ചെയ്യുന്ന ഒരാളിനെ കണ്ടു. അവിടെ ഒരു സഹോദരിയാണ്. അപ്പൊ ആ സഹോദരി ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ കാണിച്ചു തന്നു. എന്നിട്ട് എന്റെ പാസ, ഈ കുട്ടി എന്നും കഠിനമായ ജോലി, ഒരു ചെറിയ കുട്ടിയാണ്, അല്ലേ? വിവാഹമൊക്കെ കഴിഞ്ഞതാ. അതിന്ന് കഠിനമായ വേല, ഇരുപ്പുലയിലെ പണി പോലെ, അടിമത്തത്തിലെ പണി പോലെ ചെയ്യുന്നു പറഞ്ഞു. കാരണം ആ കുട്ടിയെ കണ്ട് റോഡിന്റെ പുല്ലും സൈഡിലെ പുല്ലും വീടിന്റെ മുറ്റവും പരിസരങ്ങളെല്ലാം നടന്ന് പണി ചെയ്യിപ്പിക്കുന്ന ഒരു വൃത്തയായ മാതാവ്. അവർക്കാണ് എതിർട്ടടക്കാൻ പോലും പറ്റില്ല. അവര് ഈ കുട്ടിക്ക് ഒരു സ്വസ്ഥത കൊടുക്കത്തില്ല. അതിനിടയ്ക്ക് ഇതെങ്ങാനും നിവർന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതേകൊണ്ട് വീണ്ടും ഓരോ പണി ചൂണ്ടിക്കാണിക്കുക. ഞാനെന്നറിയാം എന്നോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ കഠിനമായ അധ്വാനമാണ്. മിസ്രൈമിലെ ഇരുമ്പുലയിൽ കഠിനാധ്വാനം, മിസ്രൈമിൽ അടിമപ്പണി ചെയ്തത് ഇരുമ്പുലയിൽ നിന്നൊക്കെ അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത്ര കഠിനമായ പണി ചെയ്യുന്നവരെ ഈ പെൺകുട്ടി പണി, ഇതിന് സ്വാതന്ത്ര്യമില്ലേ, ഇതിന് മോചനമില്ലേ എന്ന് ഞാനും പറയുകയുണ്ടായി. അതേപോലെ നിങ്ങൾ ഇതുപോലെ കഠിന വേല ചെയ്യുമ്പോൾ, അടിമപ്പണി ചെയ്യുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങളെ വിളിച്ച യജമാനന്മാർക്ക് ഇവിടുത്തെ സംവിധാനങ്ങൾ കഴിയാതെ വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. അതെ, നമുക്കൊരാശ്വാസം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം അതൊക്കെ പറയുന്നത്. സ്വതം യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കാൻ കാണാൻ കഴിഞ്ഞു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നൊരു സംഭവമുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഹല്ലേലൂയ, ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്ന സ്വസ്ഥത കൊടുപ്പിൻ, ഇതാകുന്നു വിശ്രമം എന്ന് അവൻ അരുളി ചെയ്യുന്നു. അപ്പൊ ദൈവം നമുക്ക് അരുളി ചെയ്യുന്ന വിശ്രാമവും സ്വസ്ഥതയും നാം അനുഭവിക്കണം. ഹല്ലേലൂയ. എഫ്രയീമിന്റെ അഹങ്കാരം മുഖാന്തരം ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു. എഫ്രൈമിന് അയ്യോ കഷ്ടം എന്നുള്ളതാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 28-1-13 വായിക്കുന്നത്. അഹങ്കാരവും നികളും നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെടും. ഹല്ലേലൂയ. അത് തന്നെയാണ് എഫ്രൈമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം അവർക്ക് സ്വസ്ഥത കൊടുക്കുമ്പോൾ അവരെ അതുവരെ അനുഭവിച്ചില്ലാത്ത സന്തോഷമാണ്. ഹല്ലേലൂയ. ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ സ്വസ്ഥതയില്ലാതെ സന്തോഷമില്ലാതെ കഠിനമായ ജോലിയുടെ കടന്നു പോവുകയാണോ? ദൈവം നിനക്ക് സ്വസ്ഥത നൽകാൻ ആഗ്രഹിക്കുക.
മകളെ, നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരുമാണ്. സഹോദരന്മാർ രാവിലെ അവൻ പുറത്തേക്ക് പോയി ജോലിക്ക് പോകുന്നു, അല്ലേ? എന്നാൽ നമ്മുടെ സഹോദരിമാർ രാവിലെ സഹോദരന്മാർ എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പ് എഴുന്നേൽക്കുന്നവരാ സഹോദരിമാരാ. സഹോദരന്മാർ എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പ് സഹോദരിമാർ എഴുന്നേറ്റ് എന്ത് ചെയ്യും? വലിയ ആ വീടിന് വേണ്ടുന്നതെല്ലാം ചെയ്ത് രാവിലെ ഭർത്താവിനെയും മക്കളെയും ജോലിക്ക് അയക്കുക, പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾ പഠിക്കാൻ അയക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് അധ്വാനിക്കുക. സ്വന്തം രാവിലെ ഭർത്താവും മക്കളും ജോലിക്ക് പോയതുകൊണ്ടോ അവർ പഠിക്കാൻ പോയിട്ട് ഭാര്യയുടെ പണി തീർന്നു, അവർ നേരം വെളുത്ത് വൈകുന്നേരം അവരെ കഠിനാധ്വാനം ചെയ്യാം. അങ്ങനെ കഠിനാധ്വാനം ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഇല്ലാതിരിക്കുന്ന സഹോദരിമാരെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ യേശുവിന്റെ അരികിൽ വന്നാൽ യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും. നിന്റെ ഭർത്താവിൽ നിന്നൊരു ആശ്വാസത്തിന്റെ വാക്ക് നീ പ്രതീക്ഷിക്കരുത്. നിന്റെ മക്കളിൽ നിന്നൊരു ആശ്വാസത്തിന്റെ വാക്ക് പ്രതീക്ഷിക്കരുത്. നിന്റെ ഭർത്താവ് വരുമ്പോൾ നിന്നോട് ചോദിക്കും, ഇതുവരെ നീ എന്തെടുക്കുകയായിരുന്നു? പകൽ മുഴുവൻ എന്തെടുക്കുകയായിരുന്നു? നീ ഇറക്ക് എന്തായിരുന്നു പണി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടല്ലോ, അല്ലേ? ഭാര്യയുടെ വീട്ടിനകത്തെ കഠിനാധ്വാനം, കഠിനമായ ജോലി കണ്ടിട്ട് അതിനൊരു ആശ്വാസ വാക്ക് പറഞ്ഞു കൊടുക്കാതെ അവരെ ശ്വാസിക്കുന്ന അനവധി ആളുകളെ നമുക്കറിയാം. പിന്നെ ചില സഹോദരിമാരുണ്ട് രാവിലെ എഴുന്നേക്കത്തില്ല. രാവിലെ വീട്ടിലെ ഭർത്താക്കന്മാർ എഴുന്നേറ്റ് വീട്ടിലെ പണിയെല്ലാം ചെയ്ത് കൊണ്ടുപോകാനുള്ള ചോറും കറിയെല്ലാം ഉണ്ടാക്കി ഭാര്യയ്ക്കൂടെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള സഹോദരിമാരെ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ. പ്രൈസലോ, നമ്മളെന്ത് ചിന്തിച്ചു നോക്കിയാട്ടെ, മനുഷ്യന്റെ അഹങ്കാരം, നിഗളം, മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഹുങ്കാരം, ദൈവത്തോട് ചെയ്യുന്ന പാപങ്ങൾ അവനെ ജീവിതത്തിന്റെ സ്വസ്ഥത കെടുത്തിക്കളയും. അല്ലേറിയ എന്നൊരു സ്വസ്ഥത നൽകുവാൻ ദൈവം ആഗ്രഹിക്കുക. അല്ലേറിയ അപ്പൊ ഇവിടെ ദൈവത്തെ ആകിയാൽ സമാധാനത്തോടെ വിശ്രമിക്കേണ്ടതിന് നമ്മുടെ ജന്മാവകാശമായ അല്ലുരിയ അസ്വസ്ഥത, അല്ലുരിയ നമുക്ക് സാവധാനത്തോടെ വിശ്രമിക്കേണ്ടതിന് നമ്മുടെ ജന്മ അവകാശമാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. എന്താണ് നമ്മുടെ ജന്മാവകാശമായ സ്വസ്ഥത എന്നൊക്കെ പറഞ്ഞാൽ? അല്ലേ, നമുക്ക് ജന്മാവകാശമായി നമ്മുടെ ഒരുപാട് അപ്പന്മാരുടെ മുതലുണ്ട്, സമ്പത്തുകളുണ്ട്, അതൊക്കെ ഉണ്ട്. നമുക്ക് ജന്മാവകാശമായിട്ട് ഒരുപാട് അവകാശമുണ്ട്. പക്ഷേ നമുക്ക് ജന്മാവകാശമായി ക്രിസ്തു നമ്മളിൽ പകർന്നിരിക്കുന്ന സ്വസ്ഥതയാണ് മരണം വരെ ആവശ്യം. പക്ഷെ അത് അനുഭവിക്കുന്നവരില്ല എന്നുള്ളതാണ്. അല്ലേലിയ. എന്നാൽ കർത്താവിന്റെ വിശ്രമത്തിലേക്ക് നിങ്ങൾ ഉത്സാഹത്തോടെ കടന്നു വന്ന് യോഹന്നാൻ യേശുവിന്റെ മാറോട് ചാരി ഇരുന്നത് പോലെ നിങ്ങൾ കർത്താവായ യേശുവിന്റെ മാറോട് ചാരി ഇരിക്കുന്നവളാണെങ്കിൽ, അല്ലേലിയ, ഈ ഭൂമി നിന്നെ ആരും മാനിച്ചില്ലെങ്കിലും നിന്നെ ആരും ബഹുമാനിച്ചില്ലെങ്കിലും അവർ നിനക്ക് സ്വസ്ഥത തന്നില്ലെങ്കിൽ, സ്വസ്ഥത വാക്ക് നിന്നോട് പറഞ്ഞില്ലെങ്കിലും, നിന്റെ ജന്മാവകാശമായിരിക്കുന്ന ആ സ്വസ്ഥത യേശുവിന്റെ മാറോട് ചേർന്നിരുന്നാൽ അവൻ നിനക്ക് തരും. ആര്? യേശു തരും. പ്രൈസലോ. അപ്പൊ നമുക്കൊരു സ്വസ്ഥത കിട്ടാൻ യേശു ക്രിസ്തുവിന്റെ സന്നിധി മാത്രമുള്ളതെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയേണ്ടത്. അല്ലേ? കാരണം ഞാൻ ഒരുപാട് സ്വസ്ഥത നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, ആര് സഹായിക്കും, ആര് കൈത്താങ്ങൽ തരും, ആര് ചേർന്ന് നിൽക്കും, ആരാണ് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം പറഞ്ഞൊക്കെ ഓർത്തിട്ടുള്ള അനുഭവ നിമിഷമാണ്. പക്ഷെ ആരെയും കണ്ടിട്ടില്ല. പ്രൈസലോ. പക്ഷെ എന്റെ ജന്മാവകാശമായിരിക്കുന്ന ദൈവം എന്റെ ജനത്തോടൊപ്പം എനിക്ക് തന്ന സ്വസ്ഥതയെ ക്രിസ്തുവിൽ ഞാനായപ്പോൾ, ക്രിസ്തുവിൽ ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ, യേശു ക്രിസ്തുവിലൂടെയുള്ള മാനസാന്തരം എന്നിൽ വന്നപ്പോൾ, മനസ്സ് പുതുക്കിയ രൂപാന്തരപ്പെട്ടപ്പോൾ, എന്റെ അഹങ്കാരം, നിങ്ങളും ഹുങ്കാരങ്ങളും എന്റെ പാപങ്ങളെ ഞാൻ യേശുവിനോട് ഏറ്റുപറഞ്ഞപ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എനിക്ക് നൽകിയ ജന്മാവകാശമായിരിക്കുന്ന സ്വസ്ഥതയെ ദൈവം എന്റെ ജീവിതത്തിൽ തന്നു. പ്രൈസലോ. എനിക്ക് ചുറ്റും ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ, എനിക്ക് ചുറ്റും അനവധി പ്രശ്നങ്ങൾ ഉണ്ടായാലും, അല്ലെങ്കിൽ നമ്മെ മുക്കിക്കളയത്തക്ക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, ഞാൻ യേശുവിനോടൊപ്പം ചാരി നിൽക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ യേശുവിനോടൊപ്പം വിശ്രമത്തിലായിരിക്കുന്നതുകൊണ്ട് യേശു തന്നിരിക്കുന്ന സ്വസ്ഥത എന്റെ മനസ്സിൽ നീക്കിക്കളയാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. പ്രൈസലോ. ഇവിടുത്തെ സമ്പത്ത് കൊണ്ടോ പണം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന സ്വസ്ഥതയുണ്ട്. ആ സ്വസ്ഥതയാണ് നമ്മെ മുന്നോട്ട് നടത്തുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ബാബേൽ പ്രവാസത്തിലായിരുന്നാലും, ബാബേലിലേക്ക് അവരുടെ പാപമുഖാന്തരം പോകേണ്ടി വന്നാലും നമ്മുടെ കർത്താവ് പറയുകയാണ്. അല്ലേരിയ. കർത്താവ് എന്താണ് പറയുന്നത്? അല്ലേരിയ സ്തോത്രം. ആമേ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ. ഈ താഴ്വരകളിലേക്ക് കന്നുകാലികൾ ഇറങ്ങിച്ചൊരു ഭയങ്കര സന്തോഷമാണ്.
കാരണം താഴ്വരകൾ മുഴുവൻ പുല്ലുകൾ കൊണ്ട്, നല്ല പച്ചപ്പുല്ലുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള പുൽമേടുകളാണ് താഴ്വര. ആ താഴ്വരകളിലേക്ക് പശുക്കൾ ഇറങ്ങിച്ചെല്ലുന്നത് പോലെ, കന്നുകാലികൾ ഇറങ്ങിച്ചെല്ലുന്നത് പോലെ യഹോവയുടെ ആത്മാവ് അവരെ വിശ്രമിക്കുമാറാക്കി. അങ്ങനെ ബാബിൽ പ്രവാസത്തെ കിടക്കുന്ന ഇസ്രായേലത്തെ ദൈവത്തിന്റെ ആത്മാവ് അവരെ വിശ്രമിക്കുമാറാക്കി. താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പശുക്കളെ പോലെ അവർ ദൈവസന്നിധി വിശ്രമിക്കുവാൻ തുടങ്ങി, വിശ്രമിക്കുവാറാക്കി. അങ്ങനെ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാകേണ്ടതിന്, ഇസ്രായേലിൽ ദൈവത്തിന് മഹത്വമുള്ള നാമം ഉണ്ടാകേണ്ടതിന്, ഹല്ലേലൂയ, നിന്റെ ജനത്തെ നടത്തി, ഹല്ലേലൂയ, സ്തോത്രം, ഉണ്ടാകേണ്ടതിന്, ഹല്ലേലൂയ, ഉണ്ടാകേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. അത് ദൈവം നമ്മെ നടത്തും. നമ്മൾ കൂടെ ദൈവത്തിന്റെ മഹത്വമുള്ള നാമത്തിന് ദൈവം അതിനുള്ള കീർത്തിയൊക്കെ ഒരു പ്രശംസകൾ ദൈവനാമത്തെ മഹത്വപ്പെടുന്ന നമ്മളിലൂടെ കേട്ടോ. ഹല്ലേലൂയ. അപ്പം വിശ്രമത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. വിശ്രമത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്രമിക്കുന്നത്. രണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുള്ളിൽ വിശ്രമിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിശ്രമിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വിശ്രമിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവ് വിശ്രമിക്കുന്ന നമുക്ക് സ്വസ്ഥതയാണ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്കുള്ളിൽ വിശ്രമിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വിശ്രമ കേന്ദ്രമായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്കുള്ളിൽ വിശ്രമിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്രമിക്കണമെങ്കിൽ, ഹല്ലേലൂയ, അവന്റെ കാൽക്കലിരുന്ന് അവൻ നൽകുന്ന സ്വർഗീയ അനുഭവം, സ്വർഗീയ ഭാഷയായിരിക്കുന്ന പരിശുദ്ധാത്മാവ് തിരയപ്പെട്ട് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവം നമുക്ക് അഭിഷേകം തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ആ ദൈവിക പാദപീഠത്തിൽ നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നാം ദൈവത്തെ ആരാധിച്ചു തുടങ്ങുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങുമ്പോൾ നമുക്കൊരു സ്വസ്ഥതയുണ്ടാകും. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന് സ്വസ്ഥതയുണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയത, അതുകൊണ്ടാണ് വീണ്ടും മെസ്സിയ പ്രവാചകന്റെ പുസ്തകം 28 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഇതാ അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ 28 വാക്യം വായിക്കുമ്പോൾ, ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്ന സ്വസ്ഥത കൊടുപ്പിൻ, ഇതാകുന്നു വിശ്രമി എന്ന് അവരോട് അരുളി ചെയ്തു. എങ്കിലും അവർക്ക് കേൾപ്പാൻ മനസ്സിലായിരുന്നു. 12 വാക്യം പറയുക, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവം നമുക്ക് തരുന്ന സ്വസ്ഥത. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പകർന്നിരിക്കുന്നു. എന്തിനാണ്? സ്വസ്ഥത അനുഭവിപ്പാൻ. ഈ ഭൂമി മുഴുവൻ പ്രശ്നങ്ങൾ കൊണ്ട് നിറയപ്പെട്ട് കുടുംബം മുഴുവൻ പ്രശ്നമാണ്. ഹല്ലേലൂയ. ചില കുടുംബങ്ങൾ കണ്ടില്ലേ, മുഴുവൻ പ്രശ്നമാണ്. ചില വ്യക്തികളെ നമ്മൾ മുഴുവൻ പ്രശ്നക്കാരനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ പണ്ടൊക്കെ എന്നെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞു അവൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് പറയുന്നത്. എന്നെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് അവൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്നാണ്. അയ്യോ, അവനോട് അടുക്കൽ അവൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയും. ഞാൻ എന്നെ കേട്ടിട്ടുണ്ട്, എന്നെ നേരിട്ട് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴതിൽ ലജ്ജ ഒക്കെ അനുഭവിക്കുന്നത്. അന്ന് ഞാൻ ഭയങ്കര പ്രശ്നം, ഇന്നെന്താ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ആരോടും പ്രശ്നം ഉണ്ടാക്കത്തില്ല. കാരണം ഞാൻ ക്രിസ്തു സ്വസ്ഥത അനുഭവിക്കുക. അന്ന് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലില്ല, ഞാൻ പരിശുദ്ധാത്മാവ് സ്വസ്ഥത അനുഭവിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലില്ല, ഞാൻ പരിശുദ്ധാത്മാവിലുമല്ല. ഞാൻ ലോക മനുഷ്യനാണ്. മദ്യത്തിനും മയക്കുമരുന്നും പാനമസാലകൾക്കും അന്നത്തെ കിട്ടുന്ന ലഹരികൾക്കെല്ലാം 2000 വർഷം മുമ്പോട്ട്, 2030 തൊട്ടാ കേട്ടോ, 2000 തൊട്ട് മുമ്പോട്ട്, പുറകോട്ട്, 2000 തൊട്ട് പുറകോട്ട്, 2000 മുമ്പ്, 2000 തൊട്ട് ഞാൻ യേശുക്രിസ്തുവിലേക്ക് വന്നു. ഹല്ലേലൂയ. 26 വർഷം. അതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ ഞാൻ ലോകമനുഷ്യനായിരുന്നു, ജഡികനായിരുന്നു, പ്രാകൃത മനുഷ്യനായിരുന്നു, സ്വസ്ഥതയില്ലാത്ത ജീവിതം. എന്നാൽ ഞാൻ 2001, ഹല്ലേലൂയ, ഒക്ടോബർ മാസം 14 ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിച്ചപ്പോൾ അന്ന് വരെ ഇല്ലാത്ത സ്വസ്ഥത എനിക്ക് കിട്ടി. എനിക്ക് പരിശുദ്ധാത്മാവിലാകാനും കഴിഞ്ഞു, പരിശുദ്ധാത്മാവ് എല്ലാവരും ചെയ്തു. അതുവരെ എന്റെ മനസ്സിനെ വീർപ്പുമുട്ടിച്ചിരിക്കുന്ന, എന്റെ മനസ്സിനെ പോലും തകിടം മറിക്കുന്ന വിധത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ നിറയപ്പെട്ടതെന്ന് എനിക്ക് കർത്താവ് ഒരു സ്വസ്ഥത തന്നു. പ്രൈസലോ. ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഞാൻ മുമ്പ് പറഞ്ഞ രാപകലില്ലാതെ നീ ഭവനത്തിൽ പണിയെടുത്ത് നിനക്ക് വൈകിട്ട് സ്വസ്ഥതയോട് ഉറങ്ങാൻ പോലും കഴിയാതെ അവിടെ നിനക്ക് പഴിയാനും കുറ്റപ്പെടുത്തലും ഒക്കെ ആണെങ്കിൽ നീ യേശുവിന്റെ അച്ഛനിലേക്ക് വന്ന പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ സ്വസ്ഥത വന്നാൽ നിന്റെ കുടുംബത്തിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ ബാധിക്കത്തില്ല. നീ ആത്മാവിൽ സ്വസ്ഥതയുള്ളതാണ്. നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട സ്വസ്ഥതയാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തെ ഒടുക്കിക്കളയുന്ന, മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. മനുഷ്യൻ സ്വയം ആത്മഹത്യ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട്?
പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെടാത്തതുകൊണ്ടും അവരിൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ടും പരിശുദ്ധാത്മാവിന്റെ സ്വസ്ഥത അവർക്ക് ഇല്ലാത്തത് കൊണ്ടും പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട് അവർ തങ്ങളെ തന്നെ നശിപ്പിക്കുന്നു. അവർ നിത്യനരകത്തിലേക്ക് എത്തുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ആത്മാവിൽ സത്യത്തിൽ കർത്താവിനെ സ്തുതിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കും. നിങ്ങൾ ആത്മാവിൽ ആരാധിക്കണം, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം, അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കണം. അത്രമാത്രം നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിൽ ഇറക്കി വെക്കുന്നവരായി നിങ്ങൾ മാറും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടും ആരാധിക്കുന്നതോടും നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത കിട്ടും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ചില മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ ചില സഹോദരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, എൻ്റെ പാസ് ചെയ്തു സ്വസ്ഥതയുള്ള ഒരു ആരാധനയായിരുന്നു, സ്വസ്ഥതയുള്ള ശുശ്രൂഷയായിരുന്നു, മനസ്സിന് ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതെ, അവർ ഭയങ്കര പ്രശ്നങ്ങളിലായിരുന്നു, വലിയ പ്രതിസന്ധികളിലായിരുന്നു. അവർ ആലയത്തിൽ കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തെ അടിക്കൊണ്ടിരുന്ന, അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ വചനം പരിഹാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞെന്ന് കരപുരണ്ട കാമ അല്ലെങ്കിൽ കാർമേക പടലങ്ങളെല്ലാം അങ്ങ് മാറി ഹൃദയത്തിനകത്ത് സ്വസ്ഥത. അങ്ങനെയുള്ളവരാ പറഞ്ഞ് ഭയങ്കര സ്വസ്ഥത ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാകും കേട്ടോ. ഹല്ലേലൂയ. നമ്മളും അങ്ങനെയൊക്കെയുള്ളവരായിരുന്നു. നമുക്ക് ഈ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നതാണ്. നമ്മൾ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചപ്പോഴാണ് നമുക്കൊരു സ്വസ്ഥത വന്നത്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നവനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നവരാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് റോമാലേഖനം 8:26 അത് പറയുന്നത്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് 8:26 റോമർ 8:26 അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തോട് സംസാരിക്കാൻ കഴിയാതെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കഷ്ടതയുടെ കടന്നു പോകുന്ന സ്രോതാവി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. പരിശുദ്ധാത്മാവിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുമ്പോൾ നീ ഈ ഭൂമിയിൽ മറ്റൊന്നിനും ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ഹൃദയത്തിനകത്ത് വീർപ്പുനിൽക്കുന്ന കാർമേകപടലം പോലെ ഹൃദയം ഇരുണ്ട് കൂടി കിടക്കുകയാണെങ്കിൽ അതിനെ നീക്കി വെളിച്ചം വീശുവാൻ ദൈവത്തിന് കഴിയും. നീ ആത്മാവിൽ ആരാധിക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അപ്പൊ നമുക്ക് വേണ്ടി നമ്മളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. മാത്രമല്ല പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വിശ്രമിക്കട്ടെ. പരിശുദ്ധാത്മാവിന് യേശുക്രിസ്തുവിൽ ഒരു പ്രാവു രൂപത്തിൽ ഇറങ്ങി വന്നു, അവനുള്ളിൽ വസിച്ചു, വിശ്രമിച്ചു. യേശുക്രിസ്തു സ്നാനമേറ്റ് ഉടനെ വെള്ളത്തിൽ കയറുവിനെ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ യേശുവിനെ ഇറങ്ങി വന്ന് യേശുവിൽ വിശ്രമിച്ചു. പരിശുദ്ധാത്മാവ് വിശ്രമിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മള് പരിശുദ്ധാത്മാവ് വിശ്രമിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളിൽ വിശ്രമിക്കുന്നു. ആ ഒരു മകനെയും അനുഭവം ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നീ പലതിനെ ചുറ്റി വിചാരപ്പെട്ട് മനം കലങ്ങി സങ്കടപ്പെട്ട് കണ്ണതിരോടെ എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെടുന്നില്ലേ? നിന്റെ ജോലിയുള്ള ബന്ധത്തിൽ, നിന്റെ കുടുംബത്തുള്ള ബന്ധത്തിൽ, മക്കളുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, നിന്റെ നന്മയ്ക്ക്, നിന്റെ ആരോഗ്യത്തിന്റെ, ശരീരത്തിനെതിരെ നിന്നെ തകർക്കുവാൻ ശത്രുവാൻ ദുഷ്ടൻ പല തന്ത്രങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുമ്പോൾ നീ ദൈവത്തിലേക്ക് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിറയപ്പെട, എല്ലാ സ്ഥിതികളും മാറും. നിന്റെ കുടുംബത്തിന്റെ അരാജകത്വത്തെ ദൈവം മാറ്റി നിനക്ക് വിശ്രമം തരും. കുടുംബജീവിതം പോലും ഛിന്നഭിന്നമായി കിടക്കുന്നവരുണ്ട്. ഭവനത്തിൽ മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിപ്പെട്ട ഭർത്താക്കന്മാരും ഭാര്യമാരും മക്കളും. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ഒരു സൗകര്യം എന്നെ കൂടെ കൂട്ടി പറയാ, നിങ്ങളൊക്കെ ഭയങ്കര ക്രിസ്ത്യാനികളാണ്. ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനികളാണ്, അതിനകത്ത് സംശയമില്ലുണ്ട്. ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷെ നിങ്ങളെല്ലാവരും അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഇത് കള്ളുകുടിക്കും ഒക്കെ. കാരണം ആ സൗകര്യം പറയാൻ ആ സൗകര്യം അങ്ങനെ ഒരു വീട്ടുപണിക്ക് പോയിട്ടുണ്ട്. ആ സഹോദരി അങ്ങനെ ഒരു വീട്ടുപണിക്ക് പോയപ്പോൾ ആ സഹോദരി കണ്ട കാഴ്ച എന്നോട് പറഞ്ഞു. എന്നിട്ട് പറയാം നിങ്ങളെല്ലാം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ചിലരൊക്കെ കാണും നിങ്ങളുടെ എല്ലാവരെയും ഒരുപോലെ അങ്ങ് ആക്ഷേപിക്കരുത്, ഹല്ലേലൂയ. അങ്ങനെ സൗകര്യം ഞാൻ ആക്ഷേപിച്ച് ഞാൻ കണ്ട കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ കാണുമായിരിക്കും, എനിക്കത് അറിയത്തില്ല, എന്നാലും എനിക്കറിയാം. അത് അങ്ങനെയൊക്കെ ചില ആളുകൾ നമ്മളെ വിലയിരുത്തുന്നുണ്ട് കേട്ടോ. പ്രൈസ്. എല്ലാവരും ക്രൈസ്തവരല്ലേ, ക്രിസ്ത്യാനികളുടെ എല്ലാം വീട്ടിൽ കള്ളും
അവരപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി ഇത് കുടിക്കുന്നുള്ളതാണ് ചിലരുടെ ഉള്ളിൽ ചിന്ത. അല്ലേരിയ. ഇപ്പൊ ഞാനവിടെ സൂചിച്ചു, നിങ്ങളോ? ഞങ്ങളുടെ വീട്ടിൽ അങ്ങനൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർ കുടിച്ചാൽ പോലും ഞങ്ങളോട് പറയുന്നില്ല. അല്ലേരിയ. അങ്ങനെയുള്ള വീടുകളുണ്ട്. അല്ലേരിയ. അപ്പൊ നമ്മൾ ചില സ്വസ്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന മയക്കുമരുന്ന് ലഹരികളാണ്. അതിനൊന്നും നമുക്ക് സ്വസ്ഥത തരത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര സൗകര്യ, നിനക്കൊരു സ്വസ്ഥതയ്ക്ക് വേണ്ടി, സമാധാനത്തിന്, ഒരു ആശ്രമത്തിന്, ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു വിശ്രമത്തിന് വേണ്ടി, നീ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് എന്തെല്ലാം കൃത്രിമമായ സാധനങ്ങൾ നിന്റെ ഉള്ളിലാക്കിയാലും നിനക്കതുകൊണ്ട് സ്വസ്ഥത കിട്ടത്തില്ല. അതിന്റെ ലഹരി വിട്ട് കഴിയുമ്പോൾ നീ വീണ്ടും പഴയ മനുഷ്യനാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ, നീ പരിശുദ്ധാത്മാവ് വസിക്കുന്നെങ്കിൽ, അല്ലേരിയ, നിന്റെ ഏത് പ്രശ്നത്തിന് നല്ല നിനക്ക് സ്വസ്ഥതയും വിശ്രമവും കിട്ടും. പ്രൈസലോ. അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അല്ലേരിയ. ഒരുപക്ഷെ നിങ്ങൾ വളരെ ഭാരപ്പെടും. മക്കളെ കുറിച്ച് ഭാരപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളെ എനിക്കറിയാം. മക്കളെ കുറിച്ച് ഭാരപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളെ എനിക്കറിയാം. ഇനി തങ്ങളുടേതായ വിഷയത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിന് വേണ്ടി ഭാരപ്പെടുന്ന അനുഭൂതി സഹോദരിമാരെ എനിക്കറിയാം. പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ അമ്മാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന, പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിക്കുന്ന, അവരനുഭവിക്കുന്ന വിശ്രമത്തിലേക്ക് അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഭർത്താവും കുടുംബവും എല്ലാം വന്ന വിശ്രമം പ്രാപിക്കാൻ വേണ്ടി പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ നിരവധി ആളുകളെ ഞാൻ കാണാൻ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരിയല്ലേ അത്? നിങ്ങൾക്കൊരു വിശ്രമമുണ്ടോ? നിങ്ങൾ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആത്മാവിന്റെ ഒരു വിശ്രമം ഉണ്ടാകണം. നിങ്ങൾ പലതിനെ കുറിച്ചും വിചാരപ്പെട്ടും മനം കലങ്ങി സങ്കടത്തോടെ കണ്ണുനീരോടെ ജീവിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ, തലയ്ക്ക് മീതെ പ്രശ്നമല്ലേ നിങ്ങൾക്ക്? അല്ലേ എറിയ. പക്ഷെ നിങ്ങളൊരു വിശ്രമത്തിലേക്ക് വരണം കേട്ടോ. പ്രൈസലോ. ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കുന്നു, കേൾക്കുന്നു, സമ്പർക്കം ചെയ്യുന്നു. ഒരുപാട് ആളുകളുമായി അവരുടെ വിഷയങ്ങളെ ഷെയർ ചെയ്യുന്നു. അവിടെ എല്ലാം പറയാനുള്ള സ്വസ്ഥതയില്ല, വിശ്രമമില്ലെന്ന. എന്നാൽ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പശുക്കളെ പോലെ, അല്ലേരിയ, ദൈവം നമ്മെ നടത്താൻ വിശ്വസന താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പശുക്കളെ പോലെ, കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് നമ്മെ നടത്തുമാറാക്കും, നമ്മെ വിശ്രമിക്കുമാറാക്കുന്നവയാണ്. അല്ലേരിയ. ആ ഒരു സൗഭാഗ്യം ഏറ്റവും നല്ലത് കേട്ടോ. അല്ലേരിയ. അല്ലാതെ ലോകത്തിൻ്റെതായ യാതൊന്നിനും നീ കണ്ട് നിനക്ക് പ്രശ്നമാകുമ്പോൾ ഓടിച്ചെന്ന് എന്തെങ്കിലും ലഹരി അടിച്ചെന്ന് അതിൽ വിശ്രമിക്കാൻ നോക്കരുത്. അത് താൽക്കാലികമാണ്. അത് നിന്നെയും കൊണ്ടേ പോവുകയുള്ളൂ. അല്ലേരിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, അല്ലേരിയ, പരിശുദ്ധാത്മാവ് നിങ്ങൾ വിശ്രമിച്ചു, പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തു നിറയപ്പെട്ടു, പ്രാവ് രൂപത്തിൽ ഇറങ്ങി വന്നു. അല്ലേരിയ. അവനുള്ളിൽ വിശ്രമിച്ചു. അല്ലേരിയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, യെശയ്യാവിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ നമുക്ക് 11-ാം അധ്യായത്തിൽ വരുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 11 വരുമ്പോൾ പ്രവാചകൻ പറയുന്ന ഒരു കാര്യം കാണാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്. അല്ലേലൂയ. ആമിസ്വർ, അവന്റെ മേൽ യഹോവയുടെ ആത്മാവും ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അല്ലേലൂയ. അവന്റെ പ്രമോദം യഹോഭക്തിയിലായിരിക്കും. അവന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ അല്ലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. ഇത് പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിൽ ഉള്ള ജനനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിലൂടെ ഇവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വസ്ഥതയെക്കുറിച്ചാണ് പറയുന്നത്. അല്ലേലിയ. എന്നാൽ ഇശായിയുടെ അല്ലേലിയ മുള എന്ന ഭാഗത്ത് അതാണ് 12 വായിച്ചേക്കാണ്. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ നമ്മളിലേക്കൊന്ന് കൊണ്ടുവരണം ആ ഭാഗം. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്ന ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ബലത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവിനെ ദൈവം നമുക്ക് തരുന്നത്. അല്ലേ? ഇതെല്ലാം കൂടെ നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന നരകസമാനമായ അനുഭവത്തെ മാറിപ്പോകും. അല്ലേ? എല്ലാവരും പാസ്റ്റർ നരകമാണ്, ഇവിടെ നരകം എന്നാണ് പറയുന്നത്. നരകമല്ല പ്രിയ, നമുക്ക് പാർക്കുവാൻ വേണ്ടി ദൈവം മനോഹരമായി സൃഷ്ടിച്ചു തന്ന ഭൂമിയാണ് ഈ നാം വസിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ 45-18 വായിച്ച് കാണാൻ കഴിയും.
നമുക്ക് പാർക്കുവാൻ വേണ്ടി മനോഹരമായി സൃഷ്ടിച്ച ഭൂമിയാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന നരകമാണെന്ന്. ചിലർ ഈ നരകവും സ്വർഗ്ഗമെല്ലാം ഭൂമിയിലാണ്. അങ്ങനൊന്നും അല്ല കേട്ടോ. അതൊക്കെ ചുമ്മാ പൊട്ടയായ ചിന്ത, പൊട്ടമായി സംസാരിക്കുന്ന. സ്വർഗവും നരകമൊക്കെ ഭൂമിയിലാണെന്ന് പറയുന്ന ചില സൗകര്യമായ സൗകര്യമുണ്ട്. നീ വെറും പൊട്ടനായതുകൊണ്ടാണ്, വെറും മോശനായതുകൊണ്ടാണ് അത് പറയുന്നത്. നിനക്ക് യാതൊരു ജ്ഞാനവുമില്ല, പരിജ്ഞാനവുമില്ല, വിവേകവുമില്ല, നിനക്ക് അറിവുമില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകിനെ നശിച്ചു പോകുന്ന മൃഗത്തിനെ തുല്യനെന്ന് 49 20 വാക്യം. നീ മാനത്തോടിരുന്ന മനുഷ്യനാ, നീ നശിച്ചു പോയി. മൃഗത്തിന് സമാനമായ സ്വഭാവം നിന്റെ ഉള്ളിൽ വന്നപ്പം നീ പറയ ഈ ഭൂമി സ്വർഗവും നരകമാണെന്ന്, ഇത് നരകമാണെന്ന്. നീ പരിജ്ഞാനത്തിലേക്ക് വരണം, ദൈവാത്മാവിൽ നിറയപ്പെടണം. ദൈവാത്മാവിൽ നിറയപ്പെട്ട് ദൈവസ്ഥലേക്ക് വന്നു കഴിയുമ്പോൾ നിനക്കൊരു സുബോധം ഉണ്ടാകണം. പ്രൈസലോ, അല്ലേലിയ. സുബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്തെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. അല്ലേലിയ. കള്ളു കുടിച്ചിട്ട് മനുഷ്യൻ എന്തെല്ലാം വിളിച്ചു പറയും. കള്ളു കുടിച്ചിട്ട് മനുഷ്യൻ പറയുന്നതിന് വലിയ വിവരം വരുന്നുണ്ട്. കള്ളുകുടിയനും കഞ്ചാവടിക്കാരനും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനൊക്കെ വിളിച്ചു പറയുന്ന വാക്കുകൾക്ക് ബെല്ലും ബ്രേക്കും വല്ലതും ഉണ്ടോ? അല്ലേലിയ. നിങ്ങൾ കള്ളുകുടിയന്മാരുടെ വാക്ക് നോക്കണം, കഞ്ചാവടിക്ക മയക്കുമരുന്നുകാരന്റെ വാക്ക് നോക്കണം. ഞാൻ 25 വർഷത്തൊക്കെ ചെയ്ത ആളാണ്. അല്ലേലിയ. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വാക്കാ, സുബോധമില്ല. അവനാ പറയുന്നത് ഈ കാണുന്ന ഈ ഭൂമിയെ സ്വർഗ്ഗം നരകമെന്നാണ്. പരിജ്ഞാനമില്ലാകിയാൽ എല്ലാം ജനം നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രശ്നങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങുക. നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കും. വീണ്ടും പോലെ പ്രാപ്തിക്കുക, നിനക്ക് കൃപ നൽകും. നിനക്ക് നിന്റെ സ്വസ്ഥതയില്ലാത്ത മനസ്സിനകത്ത് പരിശുദ്ധാത്മാവ് നിനക്ക് സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. നീ ദൈവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. അപ്പൊ നോഹയുടെ കാലഘട്ടത്തിൽ അവൻ പെട്ടകത്തിൽ നിന്നും പ്രാവിനെ പുറത്തേക്ക് വിട്ടപ്പോൾ സർവ്വഭൂമി വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുക. വെള്ളം കൊണ്ട് കിടക്കൊണ്ട് പ്രാവ് കാൽവെപ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കളേക്ക് പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. ഉൽപ്പത്തി 6:9 വായിക്കുന്നുണ്ട്. അതുപോലെ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ അടുക്കൽ വിശ്രമം അന്വേഷിച്ചിട്ടും ലഭിക്കാത്തതിനാൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താളിൽ ദൈവജനങ്ങളിൽ ഇറങ്ങി വന്നു. പ്രാവിന് കാലുവെക്കാൻ സ്ഥലമില്ലാത്തതോടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അതുപോലെ പഴയ നിയമ വിശുദ്ധന്മാരുടെ അരികിലേക്ക് പലരും സ്വസ്ഥതയ്ക്കൊന്നും വിശ്രമം കിട്ടിയില്ല. എന്നാൽ പുതിയ നിയമസഭയുടെ കാലഘട്ടമായി പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ത് ചെയ്തു? കൂടിയിരുന്ന 100 മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ഒരു ആത്മാവ് നിറയപ്പെട്ട് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഹൃദയത്തിനകത്ത് സ്വസ്ഥതയുണ്ടായി, സമാധാനമുണ്ടായി, വിശ്രമമുണ്ടായി. അതെ, ആ സ്വസ്ഥത വിശ്രമത്തെ പരിശുദ്ധാത്മാവ് നിനക്ക് തരാൻ ആഗ്രഹിക്കുക. സഹോദര സഹോദരി, നീ ആരുമായിക്കട്ടെ, നീ ഏത് ജാതിക്കാരനോ, ഏത് ഭാഷക്കാരനോ, ഏത് വംശക്കാരനോ, ഏത് ഗോത്രക്കാരനോ, നീ ഏത് നിറത്തിലുള്ളവനാണെന്ന് കർത്താവ് നോക്കുന്നില്ല. നിന്നെ ദൈവത്തിന്റെ മകനായി മകളായി കണ്ടുകൊണ്ട് പെന്തക്കോസ്താളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ പകർന്ന് നിനക്ക് സ്വസ്ഥത തരാൻ ദൈവം ആഗ്രഹിക്കുക. നിനക്കൊരു വിശ്രമം തരാൻ ആഗ്രഹിക്കുക. ആമേൻ. താഴ്വരയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പശുക്കളെ പോലെ, കന്നുകാലികളെ പോലെ നിനക്കൊരു താഴ്വരയുടെ അനുഭവത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുക. ആമേൻ. മലമുകൾ മുഴുവൻ കരിഞ്ഞുടങ്ങി ആമേൻ അല്ലിയ ഒരു പച്ചപ്പുല് പോലും കാണാൻ കഴിയാതെ കിടക്കുമ്പോൾ നീ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ വെള്ളം കൊണ്ട് നിറയപ്പെട്ട്, നീരുറവുകൾ കൊണ്ട് നിറയപ്പെട്ട്, പച്ച പരവതാനി ഇരിച്ചതുപോലെ ആമേൻ പുൽമേടുകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു നല്ല അനുഭവത്തെ, ഒരു നല്ല സ്വസ്ഥതയെ ദൈവം നിന്റെ ഹൃദയത്തിൽ തരാൻ ആഗ്രഹിക്കുന്നു. നീ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളെ, സങ്കടങ്ങളെ, ദുഃഖങ്ങളെയൊക്കെ മാറ്റിയിട്ട് ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷ നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉണ്ടെന്ന് 118 വാക്യം വായിക്കുന്നവരെ ഒരു പച്ച പരവതാനിയുടെ അനുഭവത്തിൽ ദൈവം നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ദാവീദിന്റെ ഭാഷയുടെ പച്ചയായി പുൽപ്പുറങ്ങൾ അവനെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനെ നടത്തും. ദാവീദ് 23 സംഘത്തിൽ പറയുന്ന പോലെ ദൈവം നിന്നെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 14:17 വാക്യം പറയും, ലോകം ആ സത്യത്തിന്റെ ആത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ അതിന് അവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കും, നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അതെ, ഇത് പകലൊരു സ്വസ്ഥത ദൈവം നൽകാൻ പോവുക. ഭാവിയിൽ പ്രവാസത്തിൽ അടിമകളായിരിക്കുന്ന ജനത്തിനൊരു സ്വസ്ഥത കൊടുക്കുക ദൈവത്തിന് പ്രസാദമായി. ആ ജനത്തോടൊപ്പം കഷ്ടം സഹിച്ച ഒരു കർത്താവ് നിങ്ങളുടെ എല്ലാ പ്രശ്നം പരിഹാരം നൽകാൻ ആഗ്രഹിക്കുക. നീ ഏതെങ്കിലും പ്രതിസന്ധിയെ നേരിടുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകരം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ആ വിശ്രമം എനിക്ക് ആവശ്യമാണ്, ആ സ്വസ്ഥത എനിക്ക് ആവശ്യമാണ്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളിലും, എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയിലും, എൻ്റെ സഹോദരങ്ങളുടെ അമ്മയിലും, എൻ്റെ അമ്മായും മരുമക്കളിലും നിങ്ങളുടെ സഭയിൽ അസ്വസ്ഥ, ദേശത്ത് അസ്വസ്ഥ നൽകണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ പകരുവാൻ അത് കർത്താവി എന്നെ അങ്ങേക്ക് വിട്ടുതരുമെന്ന് പറഞ്ഞ്
നിങ്ങളെ തന്നെ സ്വന്തമായി ഏൽപ്പിക്കുന്ന യേശു നിങ്ങൾക്ക് സ്വസ്ഥത തരുന്നു. കണ്ടുകളച്ചാട്ട് പരിശുദ്ധങ്ങളുടെ നല്ല ദൈവവൈശ്വർക്ക് പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരത ലോക രാജ്യം 800 കോടി ജനങ്ങൾ മത സാമൂഹ്യ സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രംഗം സൈറ്റ് ശരീരം ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കുടിയിലൂടെ കൊട്ടാനി വരെ പാർക്കുന്ന രാജ്യരാഷ്ട്ര തരന്മാരുടെ എല്ലാ ഫറാത്തികളുടെ എല്ലാ നിയമരംഗത്ത് നിൽക്കുന്നവരെയും ശൈശവത്തെ ബാല്യത്തിൽ കൗമാരി യുവനത്തിൽ വാർത്തയാച്ച ഓർമ്മ ചോള ജീവ തലമുറയിലായിരിക്കുന്ന സകല ജനത്തെയും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാവിയിൽ അടിമയെ കിടന്ന ജനത്തെ ആമി കർത്താവിയുടെ താഴ്വരയിലേക്ക് ഇറങ്ങിച്ച പശുക്കളെ പോലെ അവർക്ക് സ്വസ്ഥത ഇവരുടെ ആത്മാവിനെ നടത്തിയെങ്കിൽ കർത്താവ് ഇത് മകൾ സ്വസ്ഥതയില്ലാതെ സന്തോഷമില്ലാതെ കണ്ണുനീരിന്റെ തലയിൽ കടന്നു പോകുന്ന 50 കുടുംബങ്ങളുണ്ട്. അവർക്ക് സ്വസ്ഥത സമാധാനം വിശ്രമം കൊടുക്കണമേ. വേദനകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ജോലിയില്ലാതെ സാമ്പത്തിക രംഗത്ത് കടക്കടിയ രോഗത്താൽ ഭാരപ്പെടുന്നു അല്ലെങ്കിൽ വിവിധ കടന്നു പോകുന്നവർക്ക് സ്വസ്ഥത കൊടുക്കണം. കർത്താവി സകല ബോധ്യപ്പെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.